ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ലൊരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യാതെ വെറും 2 ടേബിൾ സ്പൂൺ എണ്ണ കൊണ്ട് നമ്മൾ ഈ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ അത്യാവശ്യം ഏകദേശം ഒരു 250 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് ഇതിനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിനെ കുറച്ച് നല്ല ചൂടുള്ള മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതാ നല്ല ചൂടുള്ള മഞ്ഞൾ വെള്ളത്തിൽ ഞാനിതാ കോളിഫ്ലവറിനൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കോളിഫ്ലവർ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഇളം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഒരു 20-25 മിനിറ്റിന് ശേഷം ഞാനിത് അതിനെ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ നമ്മുടെ കോളിഫ്ലവർ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് വെറും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം വളരെ സിമ്മിൽ വെക്കുക. നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണമൊന്ന് നന്നായിട്ട് മാറി വരട്ടെ. അപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ ഇപ്പോഴും സിമ്മിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പൊടികൾ കരിയാണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൽ മൊത്തം ഒന്ന് പുരണ്ട് വരാൻ പാകത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് നന്നായിട്ട് തിളച്ച് ഇതിൽ നിന്ന് എണ്ണയൊന്ന് തെളിഞ്ഞ് വരും. നമ്മുടെ വെള്ളത്തിലാണ് അത്യാവശ്യം കോളിഫ്ലവർ ചേർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരുമിച്ച് ചേർക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും ഇതിലെ എരിവും ഒക്കെ എത്താൻ വിധം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് പറയാൻ വിട്ടുപോയതാണേ. അപ്പോൾ നമ്മൾ ആ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ മുഴുവൻ കോളിഫ്ലവർ നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എരിവും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുമ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ അപ്പോഴത്തേനും നമ്മുടെ കോളിഫ്ലവറൊക്കെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിതാ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കോൺഫ്ലവർ എല്ലാ ഭാഗത്തേക്കും പിടിക്കുമെന്നൊക്കെ. എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ നമ്മുടെ കോൺഫ്ലവറിനെയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് നമ്മളെപ്പോഴും മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മുടെ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എണ്ണയൊന്നും ചേർക്കണമെന്നില്ല കേട്ടോ. ഞാനിതിൽ എണ്ണ ചേർക്കാണ്ടെയാണ് എപ്പോഴും റെഡിയാക്കി എടുക്കാറുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളും. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഇതവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.